ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല മൂവിയാണ്. മമ്മൂട്ടിയുടെ ഫൈനസ് ആസ് ഓൾവേസ് ആള് ഡെലിവറി ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് തന്നെ അർജുൻ അശോകനും സിദ്ധാർത്ഥ് ഭരതനും ആളെ കുറച്ച് കാസ്റ്റേ ഉള്ളൂ. ആൻഡ് മൂഡ്, ആ സിനിമ ക്രിയേറ്റ് ചെയ്ത മൂഡ് ഒരു ഡിഫറെൻറ്റ് മൂഡാണ്. അപ്പോൾ ആ സ്കീം അത് അവർ യൂസ് ചെയ്തത് നന്നായിട്ടുണ്ട്. ടോട്ടലി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മികച്ച മൂവിയാണ്. അത് തിയേറ്റർ വാച്ചാണ്. സിദ്ധാർത്ഥ് ഭരതൻ അവർ രണ്ടുപേരും അടിപൊളിയായിട്ടുണ്ടായി. അപ്പോൾ മൊത്തത്തിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഹൊറർ സിനിമയാണ്. ഒരു സ്ലോ പേസ്ഡ് ആയിട്ടാണ് തുടങ്ങുന്നത്, പക്ഷേ ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ ഒരു ഗംഭീര ആയിട്ടാണ് അവസാനിക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊരു വർത്തായിട്ട് അനുഭവം കിട്ടുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ എന്തായാലും തിയേറ്ററിൽ കാണേണ്ട ഒരു ഹൊറർ സിനിമ തന്നെയാണ് പറഞ്ഞത്. ഞെട്ടിച്ച് മമ്മൂട്ടി ഞെട്ടിച്ച്. നല്ല സൗണ്ട് ഡിസൈനാണ്, ഒരു ഹൊറർ ഫീലാണ്, കഥയിലുള്ളൊരു ഫീൽ തന്നെയാണ്. മമ്മൂക്ക അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി പടമാണ്. ഇക്കായിരുന്നാലും അർജുൻ അശോക് ആയിരുന്നാലും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം കണ്ടാണൊക്കെ ഫീലിങ്സ് അല്ല, അതിൻ്റെ വെറുപ്പീരൊന്നുമില്ല. അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. പറയാനായിട്ട് പറ്റത്തില്ല. ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതിരിക്കാം. വന്ന് കാണുക. അടിപൊളി പടം. ബ്രോ, പടം കൊള്ളാം. നമ്മൾക്ക് എന്താ പറയുക, ഭയങ്കര അടിപൊളി എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. കാരണം എസ്പെഷ്യലി ആക്ടിങ്ങും പിന്നെ സിനിമറ്റോഗ്രാഫിയും പിന്നെ പ്ലോട്ടും, ഇത് മൂന്നാണ് എനിക്ക് എടുത്തു പറയാനുള്ള കാര്യം. ആക്ടിങ്ങിൽ മമ്മൂക്ക, സിദ്ധാർത്ഥ് ഭരതൻ പിന്നെ അർജുൻ അശോക്. ഇതിൽ എടുത്തു പറയേണ്ടത് മമ്മൂക്ക തന്നെയാണ്. ഡയലോഗ് ഡെലിവറി ആണെങ്കിലും പിന്നെ ആക്ടിങ് ആണെങ്കിലും മമ്മൂക്ക അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമയാണ്. തിയേറ്ററിൽ പോയാൽ മാത്രമേ ആ ഒരു ഫീൽ കിട്ടുള്ളൂ എന്ന് തോന്നുന്നു. പക്ഷേ നല്ല വാച്ച്. ബേസിക്കലി എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല മൂവിയാണ്. തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ഒരു നല്ല സിനിമ എന്ന് പറഞ്ഞെങ്കിലും അത്രയും ഹൊററല്ല, പക്ഷേ ഒരു ഫാൻറ്റസിയാണ്. ഇവിടെ ഒരു കുറച്ച് സാധനങ്ങളുണ്ട് മമ്മൂട്ടിയുടെ. അത് ആ ട്രെയിലറിലൊരു ടൈലൻ്റായിട്ടൊരു ചിരി കാണിച്ചില്ലേ, ആ ചിരിക്കും അപ്പുറം കുറേ സാധനങ്ങൾ ഈ സിനിമയിലുണ്ട്. പുള്ളി ഒരു കസേരയിൽ ഇൻട്രഡക്ഷൻ കഴിഞ്ഞ് കസേരയിൽ ഇരിക്കുന്ന ഒരു സീനുണ്ട്. അയാൾക്കൊന്നും ചെയ്യാനില്ല. ഇയാൾ അർജുൻ അശോക് ഒരു പാട്ട് പാടുന്ന സീനാണ്. പക്ഷേ ആ സീനിൽ നിന്ന് അയാളെ കാണിക്കുമ്പോഴത്തേക്ക് അയാൾ ഒരു കുറച്ച് ആക്ഷൻസ് കാണിക്കും. മാരകം. അതുപോലെ ക്ലൈമാക്സിലൊക്കെ ഭയങ്കര സിനിമ ഒരു ഫാൻറ്റസി മൂഡാണ്. ഭയങ്കര ഹൊറർ അല്ല, നന്നായിട്ട്. യഥാർത്ഥം എനിക്ക് തോന്നുന്നു ഈ ലിജോയെ പറഞ്ഞ ഈ കെട്ടുകഥ എന്ന് പറഞ്ഞില്ല, അത് യഥാർത്ഥം ഇതാണ്. ടി ഡി രാമകൃഷ്ണൻ്റെ കഥയാണ്. അത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഭയങ്കരമായിട്ട് അത് വർക്കൗട്ടായിട്ടുണ്ട്. പിന്നെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വിമർശിച്ചായിരുന്നു. യഥാർത്ഥത്തിൽ അത് ഫീൽ ചെയ്യുന്നില്ല നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്നുള്ളത്. വളരെ ബ്രില്യൻ്റായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഭൂതകാലം പോലെ തന്നെയാണ്, ആ ഹൊററിലേക്ക് നമ്മളെ കൊണ്ടുപോകണം. അതിലേക്ക് നന്നായിട്ടുണ്ട്. നല്ല പടം. ഇതുപോലൊരു മമ്മൂക്കയുടെ ഒരു അഭിനയ പ്രാധാന്യമുള്ളൊരു കഥാപാത്രം കാണുന്നത് വെച്ചാൽ പുള്ളി വല്ലപ്പോഴും മാത്രമേ ഇതുപോലുള്ള പ്രതിനായക കഥാപാത്രങ്ങൾ ചെയ്യാറുള്ളൂ. ഭാസ്കര പട്ടേലർ കണ്ടിട്ടുണ്ട് നമ്മൾ, അതുപോലെ മുരിക്കിന് മുന്തത് അഹമ്മദ് ഹാജി കണ്ടിട്ടുണ്ട്. അതിനോടൊപ്പം ചേർത്ത് വയ്ക്കാവുന്ന ഒരു അടിപൊളി കഥാപാത്രമാണ് ഈ കൊടുമൺ പോറ്റി എന്ന് പറയുന്ന ബ്രഹ്മയുഗത്തിലെ കഥാപാത്രം. ഹിന്ദിയിലൊക്കെ തുമ്പാടുന്നുള്ള പടങ്ങളൊക്കെ ഇറങ്ങി നമ്മളും വിചാരിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും മലയാളത്തിലൊക്കെ അതിനോടൊപ്പം നിൽക്കാവുന്ന ഒരു പടങ്ങൾ വേണമെന്ന്. ഇത് കംപ്ലീറ്റ്ലി അതിനോട് ചേർത്ത്, കാരണം ടെക്നിക്കൽ റിച്ച്നെസ് ആയാലും ഈ പടം ഒരിക്കലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് നമുക്ക് തോന്നില്ല പലപ്പോഴും. കാരണം അതിൻ്റെ ഒരു ക്യാമറ വർക്ക്, ആർട്ട് വർക്ക്, ആ ഒരു ഇല്ലൊക്കെ അവർ സെറ്റ് ചെയ്ത ആർട്ട് വർക്ക് അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ. അതിൻ്റെ DOP ആയാലും ഫുള്ളി മേക്കിങ് ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ട് മേക്കിംഗ് ചെയ്തിട്ടുണ്ട്. ഇത് നെഗറ്റീവ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്നുള്ളൊരു ഇത് നമുക്ക് നെഗറ്റീവായി തോന്നത്തില്ല ഈ പടത്തിൽ. മമ്മൂക്കയുടെ ഔട്ട് ആൻഡ് ഔട്ട് മമ്മൂക്ക ഷോയാണ് ഈ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് എന്തായാലും മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. കാരണം തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരുപാട് എഫക്ട്സ്, സീനുകൾ. ഒരു സീൻ പറയുകയാണെങ്കിൽ ഒരു രാത്രി മാറി ഒരു പകലാവുന്ന ഒരു സീനുണ്ട്. അത് ഒക്കെ ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ട് മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അടിപൊളി അടിപൊളി സൂപ്പർ. മമ്മൂക്കയുടെ അത് ഒരാളെ തന്നെ ഫോക്കസ് ചെയ്യാതെ 3 പേരും, അർജുൻ അശോകനും മമ്മൂക്കയും 3 പേരാണെങ്കിൽ കൂടെ തന്നെ അടിപൊളിയായിരുന്നല്ല. ഒരു ബോറിംഗ് അല്ലായിരുന്നു. അങ്ങനെ തന്നെ തിയേറ്റർ എക്സ്പീരിയൻസും അടിപൊളി തന്നെയായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ കൂടെ തന്നെ അടിപൊളിയായിരുന്നു. വെറൈറ്റി മൂവിയാണ്. ലൈക്ക് മലയാളത്തിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഒരു അടിപൊളി പടം. ഞാൻ തിയേറ്ററിൽ കാണുന്നത് ഞാൻ മമ്മൂക്ക തുടക്കം തൊട്ട് അവസാനം വരെ ഒരു ക്ലൈമാക്സ് എത്തും വരെ മമ്മൂക്ക എന്ന് പറയുന്ന ഒരു ലെജൻഡിൻ്റെ പടമായിട്ടാണ് മമ്മൂക്ക പടം കണ്ടിറങ്ങിയ ഒരു ഫീലായിരുന്നു. ഇതിൻ്റെ ഡയറക്ടർ പറയുമ്പോൾ ഇതൊരു വലിയ പ്രേതപ്പടമല്ല, പക്ഷേ നമുക്ക് പേടിക്കുന്ന തരത്തിലുള്ള ഈ എലമെൻറ്റ്സ് എല്ലാം ഈ സിനിമയ്ക്കകത്ത് തന്നെ ഉണ്ട്. പിന്നെ ഈ എടുത്തു പറയേണ്ടതെന്നുണ്ടെങ്കിൽ മ്യൂസിക്കും ഇപ്പോൾ ആകെ ഇതിനകത്തൊരു 2 പാട്ടാണ് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ക്ലൈമാക്സിലൊരു പാട്ട് കാണിച്ചിട്ടുണ്ട്, തുടക്കം ഇവരിപ്പോൾ ഒരു പാണനായിട്ട് പാടുന്നൊരു പാട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷെ നല്ല രീതിയിൽ തന്നെ ക്രിസ്റ്റോ സേവ്യർ നല്ല രീതിയിൽ തന്നെ മേക്ക് ഓവർ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ അർജുൻ അശോകനും മമ്മൂക്കയും സിദ്ധാർത്ഥ് ഭരതനും ഇവർ 3 പേരുമാണ് തുടക്കം തൊട്ട് അവസാനം വരെ പടം നല്ല രീതിയിൽ പ്രേക്ഷകരെ എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഈ 3 ക്യാരക്ടറാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് മമ്മൂക്ക. ഈ പ്രായത്തിൽ അങ്ങനെ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അറിയാതെ കാണു പറഞ്ഞു നമ്മളെ കാണും. പിന്നെ സിനിമറ്റോഗ്രാഫി നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റും പിന്നെ ഓരോ ഷോട്ടും ഫ്രെയിമിൻ്റെ കളിയാണ്. ഒരു അവാർഡ് പടം എങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നത് അത് ഇത് കണ്ട് പഠിക്കണം. പിന്നെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്തതെന്ന് വെച്ചാൽ എന്തുകൊണ്ട് നന്നായി, കാരണം നമുക്ക് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റി. കളർ ആയിരുന്നെങ്കിൽ അത്രയ്ക്ക് ഒരു ഇമ്പാക്റ്റ് കിട്ടില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോറും അടിപൊളിയായിരുന്നു. ഹൊറർ അല്ല, ഒരു ത്രില്ലറാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്ന് കാണേണ്ട പടമാണ്.